ആലപ്പുഴ AC റോഡിലെ വെള്ളക്കെട്ടിൽ ഇടപെട്ട് കേരള റോഡ് ട്രാൻസ്പോർട്ട് പ്രോജക്ട് പദ്ധതിയുടെ കൺസൾട്ടന്റിനോടും കരാറുകാരോടും റിപ്പോർട്ട് തേടി ഒരാഴ്ചയ്ക്കകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. YS അഭിനന്ദ് ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. അഭിനന്ദ്, ഈ വെള്ളക്കെട്ടുണ്ടായത് റോഡ് നിർമ്മാണത്തിലുള്ള ഏതെങ്കിലും പാകപ്പിഴ കൊണ്ടാണ് എന്നുള്ള രീതിയിൽ വിലയിരുത്തലുകളുണ്ടോ? അതാണോ ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് തേടിയിട്ടുള്ളത്? സ്മിത, 2018 പ്രളയാനന്തരം റീബിൽഡ് കേരള പദ്ധതി ഉൾപ്പെടുത്തി നിർമ്മിച്ച ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകൾ ഒന്നായിരുന്നു ആലപ്പുഴ AC റോഡ്. എത്ര വലിയ വെള്ളക്കെട്ടുണ്ടായാലും ഒരു തരത്തിലുള്ള വെള്ളക്കെട്ടും ഈ ആലപ്പുഴ AC റോഡിൽ ഉണ്ടാകാത്ത രീതിയിലുള്ള നിർമ്മാണമാണ് നടത്തുന്നതെന്നായിരുന്നു LDF സർക്കാരിന്റെ ഉറപ്പ്. പക്ഷേ അതല്ലായിരുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ മഴ മൂലമുണ്ടായ പ്രശ്നം. എന്നാലും വലിയ ശക്തമായ മഴയായിരുന്നു ആലപ്പുഴ ജില്ലയുടെ പല ഭാഗങ്ങളിൽ പെയ്തത്. കുട്ടനാട് താലൂക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കടന്നു പോകുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് കോട്ടയം ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. അവിടേക്കാണ് വെള്ളക്കെട്ടുണ്ടായത്. വെള്ളക്കെട്ടുണ്ടായ സ്ഥിതിക്ക് കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തിയിരുന്നു, വള്ളവും ഇറക്കി പ്രതിഷേധിച്ചിരുന്നു. മന്ത്രി സജി ചെറിയാന്റെ വാഹനം ഉൾപ്പെടെ റോഡിൽ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനായിട്ടാണ് ഇപ്പോൾ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ട് അതോറിറ്റി ഇടപെട്ടിരിക്കുന്നത്. കൃത്യമായ വിശദീകരണം എത്രയും പെട്ടെന്ന് നൽകാനായിട്ട് പദ്ധതി നടത്തിപ്പുകാരോടും ഒപ്പം തന്നെ കൺസൾട്ടൻസിയോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിനകത്ത് പ്രധാനമായും കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ട് അതോറിറ്റി ചൂണ്ടിക്കാണിക്കുന്നത് പുറംബണ്ട് നിർമ്മാണത്തിലെ അപാകതകളാണ്. പുറംബണ്ട് ശക്തമല്ലാത്തതാണ് ഇത്തരത്തിലേക്ക് വെള്ളക്കെട്ടുണ്ടാകാൻ കാരണമെന്നാണ് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ട് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് പുറംബണ്ട് ശക്തമാക്കാനുള്ള സുരക്ഷിതമാക്കാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. ഹൈ ഫ്ലഡ് ലെവൽ എലിവേറ്റഡ് ഹൈവേ എന്നതാണ് ഈ ആലപ്പുഴ AC റോഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോൾ അതനുസരിച്ച് കൂടുതൽ നിർമ്മാണം 140 കോടി രൂപയോളം ചെലവഴിച്ച് നിർമ്മിക്കുവാൻ ഇപ്പോൾ ആലോചനയുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നുള്ള ഉറപ്പും KSTP നൽകുന്നുണ്ട്. എന്തായാലും ഒരാഴ്ചയ്ക്കകം വിശദീകരണം നൽകാനാണ് പദ്ധതിയുടെ നടത്തിപ്പുകാരോടും കൺസൾട്ടൻസിയോടും ഇപ്പോൾ